ജാക്കിയുടെ വിശേഷങ്ങൾ കൂടി ഞാൻ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. രാവിലെ 3 മണി 4 മണിയാകുമ്പോൾ ജാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും. അപ്പോൾ വളരെ അനുസരണയുള്ള കുട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഇങ്ങനെ കൈ കൊണ്ടുവരുമ്പോൾ ഭക്ഷണമുണ്ട് എന്ന് കരുതി പെട്ടെന്ന് പുള്ളി ഇങ്ങനെ ചാടി ഭക്ഷണം കഴിക്കാനായിട്ട് വരും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കും. നല്ല കടലമിഠായിയാണ് ജാക്കിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. അപ്പോൾ ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അതിന് മുൻപ് നമ്മളിപ്പോൾ കൊണ്ടോട്ടിയിലുള്ള ആൾക്കാരുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ എടുത്തു. എങ്ങോട്ട് പോകുന്നു ചേട്ടാ? എങ്ങോട്ട് പോകുന്നു? കൊണ്ടോട്ടിക്ക് വന്നാ വീട്ടിൽ വല്ലതും പോകണോ? വീട്ടിൽ പോകണ്ട, അടുത്താണ് സ്ഥലം. അടുത്താണ് സ്ഥലം. എന്തുകൊണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. എന്ത് ചെയ്യുന്നു? കച്ചവടമാണോ? ഇല്ല, വെറുതെ ഫ്രീയാ. ഫ്രീ ആണ്. അപ്പൊ എന്താ ജോലി? ജോലിയൊന്നുമില്ല. ജോലി പോയില്ല. കൂലിപ്പണി എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പോകുന്നില്ലേ? ഇപ്പൊ പോകുന്നില്ല. നല്ല ചൂടാ. നമസ്കാരം ചേട്ടാ. എവിടെ വീട്? അത് ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്ത് തന്നെയാ അല്ലേ? അപ്പൊ നോമ്പൊക്കെ കഴിഞ്ഞു, പെരുന്നാളൊക്കെ ആയി അല്ലേ? ഹാപ്പി ആയി. എന്താ ചെയ്യുന്നത് ചേട്ടൻ? ഇപ്പൊ കുറച്ച് ആടുകളുണ്ട്. ആട്? എത്ര ആടുണ്ട് വീട്ടില്? 8-10 കുഞ്ഞാടുകളാണോ വലിയ ആടുകളാണോ? കുഞ്ഞാടുകൾ. എത്ര പാല് കിട്ടും ലിറ്റർ? പാല് അങ്ങനെ കറക്കല്ലേ, കുട്ടികളെ കുടിപ്പിക്കലാണ്. അപ്പൊ എന്നിട്ട് ആടിനെ കൊടുക്കുക ചെയ്യാം അല്ലേ? ആടിനെ അത്യാവശ്യം നല്ല ബിസിനസ് ആണോ? ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ആട് വളർത്തലാണ്. എന്താ നമ്മുടെ പേര്? ഹംസ. അപ്പൊ ഹംസക്ക എങ്ങനെയാ ഇവിടെ മലപ്പുറം മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയമൊക്കെ? ഇ.ടി. മുഹമ്മദ് ബഷീർ ആണോ വസീഫാണോ? നല്ല കടുത്ത മത്സരമാണോ ഈ വസീഫ് വന്നപ്പോ? ആണോ? ആർക്കായിരിക്കും സാധ്യത? ഈട്ടിക്കായിരിക്കും. മറ്റവർക്കായിരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് ചേട്ടൻ്റെ പൊളിറ്റിക്സ് മനസ്സിലായി. മറ്റവർക്കായിരിക്കും സാധ്യത എന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പം എത്ര കാലമായിട്ട് ആടിനെ വളർത്തുന്നുണ്ട്? 8-10 കൊല്ലമായി അല്ലേ? 8-10 കൊല്ലമായിട്ട് ആടിൻ്റെ കൂടെയാണ് ജീവിതം അല്ലേ? വീട്ടിലെ എല്ലാവരും ആട് വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരൊക്കെ തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഹംസയ്ക്ക് നമ്മൾ കണ്ടു. നമസ്കാരം. എങ്ങോട്ട് പോകുന്നു? നമസ്കാരം. എങ്ങോട്ട് പോകുന്നു? ഞാൻ വർക്ക് സ്ഥലത്തിന്. വർക്ക് എന്താ വർക്ക്? കോൺട്രാക്ടറാണ്. പ്രൈവറ്റ് കോൺട്രാക്ടറാണ്. നമുക്ക് രാവിലെ വന്ന് ഈ പുറത്താണോ അതോ? അല്ല, ഇവിടെ ഇന്റീരിയർ ആണോ? ഇന്റീരിയർ എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ. എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ? കുഴപ്പമില്ല. ഈ കൺസ്ട്രക്ഷൻ വർക്ക് കൂടുതലാണോ? നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതലാണോ കുറവാണോ? നിർമ്മാണം 30% കുറഞ്ഞില്ലേ? 30% കുറഞ്ഞു. സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. സാധനത്തിന് വില കമ്മിയുണ്ട്. പക്ഷെ എന്താ പറയുക, വർക്ക് എടുപ്പിക്കാൻ ഫണ്ട് ഇവിടെ പെർമിറ്റിന്റെ പ്രശ്നമുണ്ട്. പെർമിറ്റ് കിട്ടുന്നില്ല. നിങ്ങൾ സർക്കാർ അംഗീകൃത കോൺട്രാക്ടർ? അല്ലല്ല, നമ്മൾ പ്രൈവറ്റ് കോൺട്രാക്ടർമാർക്ക് വലിയ പ്രശ്നങ്ങളാണ്. മണ്ഡലത്തിലെ രാഷ്ട്രീയ സാധ്യത എന്താ? ഞാൻ വരുന്നുള്ള അഭിപ്രായത്തിൽ ഇ.ടി. വരാനുള്ള സാധ്യതയുണ്ട്. ഒരു കോട്ടയാണ് അല്ലേ? അതായത് മാറ്റമൊന്നുമില്ല. ഓക്കെ. എന്താണ് എന്റെ നമ്മളോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞത്? മലപ്പുറം ജില്ല ഈ പ്രാവം അടിച്ച് കസർത്തു. ആര്? വസീഫ് വരും. വീട്ടിന് ഈ വയസ്സുകാലത്ത് ആ മനുഷ്യന് എന്തിനെ പറ്റുമോ? ആ സാധനം അവിടെ എപ്പോഴെങ്കിലും ഒന്നിങ്ങനെ വർത്തമാനം പറയാന്നല്ലാതെ വസീഫ് തന്നെ ചെറുപ്പക്കാരനെ ചുണക്കുട്ടിയാണ്. ഓനെ ഇവിടെ വിജയിച്ചു വന്നാല് പാർലമെന്റിൽ സിംഹമായിരിക്കും. ആ സിംഹക്കുട്ടിയെ ഒരു സംശയം മത്സരമില്ലെന്നാണ് ഓൻ പറയണത്. ഇവിടെ എന്ന് പറഞ്ഞാല് വസീഫ് എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അത് വെറുതെ പറയാന്ന്. അത് പഴയ ഓർമ്മക്ക് പറഞ്ഞ പഴയ ഓർമ്മയാണോ? ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് കൊണ്ടോട്ടിക്കാരനാണ്. ഇവിടെ ഇ.ടി. മുഹമ്മദ് ബഷീർ കൊണ്ടോട്ടിക്കാരനായതുകൊണ്ട് തന്നെ കൊണ്ടോട്ടിയുടെ വികാരനായിട്ടല്ല ഇവിടെ പ്രവർത്തിക്കണം. ഇവിടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അവിടെ പോയിട്ട് നരേന്ദ്രമോദിക്ക് സംസാരിക്കണം. അപ്പോഴല്ലേ നമ്മൾ ആൺകുട്ടിയായാലും. തൊഴിലാളി പ്രസ്ഥാനത്തൂടെ കടന്നു വന്ന ആളാണ് ഇ.ടി. 3 തവണ ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയ ആളാണ് ഇ.ടി. 4ാം പ്രാവശ്യം ഇ.ടി. 2 ലക്ഷത്തിൽ ഒരവസരം ചെറുപ്പക്കാരന് കൊടുത്തൂടെ? ചെറുപ്പക്കാരന് ആകെ ഒരു ബഷീബ് മാത്രമല്ല LDF-ൽ ചെറുപ്പക്കാരനുള്ളൂ. യു.ഡി.എഫിലെ ഭൂരിപക്ഷം ചെറുപ്പക്കാരാണ്. അത് മാത്രമല്ല എം.എൽ.എമാരാണ് അവിടെ മത്സരിക്കുന്നത്. ചെറുപ്പക്കാരൻ പരിഗണന കൊടുക്കൂലേ? അതൊരു ബഷീബ് ചെറുപ്പക്കാരനല്ലല്ലോ. അവിടെ അടിയുണ്ടാക്കാൻ പോലെ ചെറുപ്പക്കാർക്ക് കൊടുത്തിട്ട് തല്ലുണ്ടാക്കാൻ പോകില്ലല്ലോ. തല്ലുണ്ടാക്കാൻ പോകുന്ന പരിപാടിയല്ലല്ലോ. അപ്പൊ ചെറുപ്പക്കാരനായിട്ട് വലിയ കാര്യമില്ലെന്നാ അവര് പറയുന്നത്. ചെറുപ്പക്കാർക്ക് അതിനുള്ള ആർജം ഉണ്ടാവുള്ളൂ. മറ്റത് പണ്ട് കാലത്ത് ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചില്ല. അതിങ്ങനെ പറഞ്ഞു. ചേച്ചി നമസ്കാരം. എന്ത് ചെയ്യണു? അംഗൻവാടിയില് എവിടെയാ? ഇവിടെ അടുത്തന്നെ തൊട്ടടുത്താണ്. ഇപ്പം അംഗൻവാടിയിൽ ഇതിപ്പോ കുട്ടികളുണ്ടാവോ? കുട്ടികൾ കുറവാണ്. എത്ര കുട്ടികളുണ്ട് അംഗൻവാടിയിൽ? ഞങ്ങൾക്ക് 23 കുട്ടികളുണ്ട്. 23 കുട്ടികൾ. എല്ലാവരും കുടുംബന്മാരാണോ? കുടുംബന്മാരുമാണോ? വികൃതിയുള്ള പണ്ടത്തെ പോലുള്ള കുട്ടികളല്ലല്ലോ. നല്ല വികൃതിയാണ്. അവരെ വളർത്തിക്കൊണ്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ആണല്ലേ? നിങ്ങൾ അംഗൻവാടിയിൽ കുട്ടികളെ നോക്കലല്ലാതെ വേറെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു? ഞങ്ങൾ ആ ഏരിയ മൊത്തം ഞങ്ങൾ നല്ല നോക്കി. ആ ഏരിയയിലൊക്കെ എങ്ങനെയാ ഒരു ട്രെൻഡ്? വസീഫിന് അനുകൂലമാണോ? എല്ലാവരും അനുകൂലം. വസീഫ് വരണ്ടേ? വസീഫ് വരണോ? തീർച്ചയായിട്ടും വരണം. അതെന്താ? നമ്മളെ
അതിനൊക്കെ ആയിട്ടുള്ള അതിൽ മാറ്റം വരണം എന്നാണോ? തീർച്ചയായിട്ടും മാറ്റം വരണം. വസീഫ് വരണം. ഉള്ളൂ ആണ്. നമ്മളെ ഈ ഭരണം വന്നതിന് ശേഷം ഞങ്ങൾ അംഗൻവാടി ഒന്നും തന്നെ ഇപ്പോഴും കേന്ദ്രം ഒന്നും തരുന്നില്ലല്ലോ. ഈ കേരളം തന്നെയാണ് ഇപ്പോഴും ശമ്പളം തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഇത് വരികയാണെന്നെങ്കിൽ അംഗൻവാടി ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇത് മുന്നേറണമെങ്കിൽ ഇനി കൂട്ടത്തോടെ അംഗൻവാടിക്കാരെല്ലാം ഒരു തീരുമാനം എടുത്തു. ഞങ്ങള് തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. എടുത്തു വർക്ക് ചെയ്തുകൊണ്ട് അനുകൂലമായിട്ട് തീർച്ചയായിട്ടും ഓക്കെ. അതാണ് അംഗൻവാടി ടീച്ചർമാരുടെ ഒരു പ്രതികരണം. ചേട്ടാ എങ്ങോട്ട് പോണു? രാവിലെ എങ്ങോട്ടാ? എങ്ങോട്ട് പോണു? വീട്ടിൽ പോകുന്നതാണ്. വീട്ടിൽ പോണു. എന്താ ജോലി എന്തായിരുന്നു? കച്ചവടം. കച്ചവടം എവിടെയാണോ കച്ചവടം? അതോ അവിടെ എന്ത് കച്ചവടാ? ഓക്കെ. ഇപ്പൊ എങ്ങനെ പോകുന്നു കച്ചവടമൊക്കെ? നന്നായി പോകുന്നോ അതോ? നന്നായി പോകുന്നുണ്ട്. മൊത്തത്തിൽ എങ്ങനെയാ മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ കാറ്റ് ഈട്ടിക്ക് അനുകൂലമാണോ അതോ വസീഫിന് അനുകൂലമാണോ? മുണ്ടക്കോളം ചീക്കോട് പഞ്ചായത്തിൽ ഈട്ടിക്ക് അനുകൂലമാണ്. ലീഗ് തന്നെയാ, ലീഗിന്റെ പഞ്ചായത്താണ് അല്ലേ? കാലങ്ങളോളം ലീഗിന്റെ പഞ്ചായത്താണ്. 2004 ടി.കെ. ഹംസയുടെ ഒക്കെ ഒരു സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നത് അത് വോട്ട് ചെയ്യുമ്പോൾ ആളുകൾ മാറി. വോട്ട് ചെയ്യുന്ന സമയത്ത് ആളുകൾ മാറും അല്ലേ? ഓക്കെ. എങ്ങോട്ട് പോകുന്നു? എന്താ പരിപാടി? ഞങ്ങൾ കുടുംബശ്രീക്കാരാ. കച്ചവടം ഉണ്ട്. എന്താ കച്ചവടം? വത്തക്കവെള്ളം. എവിടെയാ കച്ചവടം ചെയ്യുക? എവിടെയാണോ? ബസ് സ്റ്റാൻഡിൽ. ഓക്കെ.